ചിന്തയ്ക്കായി നമുക്ക് വേദഭാഗം എടുക്കാം. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത്, അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടുന്നു. വീണാൽ ഒരുവൻ മറ്റവനെ എഴുന്നേൽപ്പിക്കും, ഏകാകി വീണാലോ അവനെ എഴുന്നേൽപ്പിപ്പാൻ ആരുമില്ലായകൊണ്ട് അവൻ അയ്യോ കഷ്ടം. രണ്ടുപേർ ഒന്നിച്ച് കിടന്നാൽ അവർക്ക് കുളിർ മാറും, ഒരുത്തൻ തന്നെ ആയാലോ എങ്ങനെ കുളിർ മാറും? ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ രണ്ടുപേർക്കും അവനോട് എതിർത്ത് നിൽക്കാം, മുപ്പിരിച്ചരുടെ വേഗത്തിൽ അച്ചുപോകുകയില്ല. ദൈവത്തിന് സ്തോത്രം. സദൃശ്യവാക്യങ്ങൾ, സഭാപ്രസംഗങ്ങളുടെ പുസ്തകം, ഉത്തമഗീതം, ഈ പുസ്തകങ്ങളൊക്കെ ജ്ഞാനിയായ ശലോമോൻ രാജാവ് രചിച്ച പുസ്തകങ്ങളാണ്. കാവ്യ പുസ്തകങ്ങളിൽപ്പെട്ട ഒരു പുസ്തകമാണ് സഭാപ്രസംഗങ്ങളുടെ പുസ്തകം. നമ്മുടെ വായിച്ച വേദഭാഗം സാധാരണ വിവാഹ സമയങ്ങളിൽ കർത്താവിന്റെ ദാസന്മാർ വായിച്ച് വ്യാഖ്യാനിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഒരർത്ഥത്തിൽ ഇത് ശരിയാണെങ്കിലും ശാന്തമായ അന്തരീക്ഷത്തിൽ ഈ വേദഭാഗം നമ്മൾ പഠിച്ചാൽ സ്നേഹിതന്മാരെ കൂടാതെയുള്ള നേട്ടങ്ങളെല്ലാം വ്യർത്ഥമാണെന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണമിടയായിത്തീരും. Without a friend, accomplishments are vain. ആക്ച്വലി ഒരു ടീം വർക്കിനെ കുറിച്ചാണ് ഈ വേദഭാഗത്ത് ഈ 4 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണമിടയായി തീർന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ മനസ്സിലാക്കണം, ഭാര്യ ഭർത്താവ് അവര് ഒരുമിച്ച് പാർക്കുകയാണ്. They are living together. അപ്പോൾ തന്നെ അവർ ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടവരാണ്. സ്തോത്രം. ലിവിംഗ് ടുഗദർ ആൻഡ് വർക്ക് ടുഗദർ. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്ത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണുവാൻ തക്കവണ്ണമിടയായിത്തീരും. അതിൽ 9-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം. ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത്, അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടുന്നു. ഇവിടെ ഒറ്റയ്ക്കുള്ള പ്രയത്നം പറയത്തക്ക നേട്ടം ഉണ്ടാക്കുന്നതല്ല എന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. ഒറ്റയ്ക്ക് ആർക്കും അങ്ങനെ നിലനിൽപ്പുമില്ല. ഹല്ലേലൂയ. Two are better than one. ഒരുവനേക്കാൾ ഇരുവർ നല്ലത്. അതുകൊണ്ട് തന്നെയാണല്ലോ ദൈവം സകലത്തെ സൃഷ്ടിച്ചിട്ട് ഏറ്റവും ഒടുവിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആദാമിനെ സൃഷ്ടിച്ചു. ദൈവം സൃഷ്ടിച്ച മറ്റ് ജീവജാലങ്ങളിൽ ഒന്നും ആദമിന് തക്കതായി തുണയെ കാണുവാൻ കഴിയാഞ്ഞതുകൊണ്ട് യഹോവയായ ദൈവം ആദാമിനെ കണ്ടിട്ട് പറയുകയാണ്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം ഒന്ന് വായിച്ച് 18-ാം വാക്യം. അനന്തരം സകലതും സൃഷ്ടിച്ചതിന് ശേഷം, ആദാമിനെയും സൃഷ്ടിച്ചതിന് ശേഷം ദൈവം പറയുകയാണ്, അനന്തരം യഹോവ, വായിക്കാം, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. വിവാഹം കഴിക്കണമെന്നുള്ളത്, ഞാൻ വിവാഹം കഴിക്കണ വേണ്ടയോ, ഞാൻ വിവാഹം കഴിക്കണ വേണ്ടത് പ്രാർത്ഥിച്ചു നോക്കേണ്ട സംഗതി ഒന്നുമില്ല. വിവാഹം കഴിക്കുന്നില്ലെങ്കിൽ അതിന് പ്രത്യേകം പ്രാർത്ഥനയും വരവും വിളിയൊക്കെ വേണം. മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല, ഞാൻ അവരെന്ത് ചെയ്യും പറഞ്ഞാട്ടെ. സ്തോത്രം. ആ ഭാഗം പഠിക്കുമ്പോൾ ഒത്തിരി ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. ദൈവം ആദമിന് തക്കതായൊരു തുണയെ കൊടുക്കുന്ന സമയത്ത് ആദാമിന്റെ സ്ഥിതി എന്തായിരുന്നു? വേഗത്തിൽ ഒന്ന് പറയാമോ? ആദാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു?
സ്തോത്രം. ആരും പറഞ്ഞില്ല, മാറ്റിച്ചോണ്ടത് പോലെ ആദാം ഗാഢനിദ്ര എന്ന് പറഞ്ഞാൽ കൂർക്കം വലിക്കും. ബ്ലസ്സനൊക്കെ കൂർക്കം വലിക്കുന്ന പോലെ കൂർക്കം വലിച്ചു തുടങ്ങുന്നവൻ. സ്തോത്രം. ഗാഢനിദ്ര. വാസ്തവത്തിൽ ആദമിനാണ് ഒരു തക്കതായ തുണയെ വേണ്ടുന്നത്, അല്ലേ? ആദമിന്റെ എന്തെങ്കിലും ഒരു അഭിപ്രായം ഹവയെ ലഭിക്കുന്നതിൽ അവിടെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇല്ല. എന്ന് പറഞ്ഞാൽ ഒരു ദൈവവൈതന്റെ വിവാഹത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ദൈവം. മനുഷ്യന്റെ ഒരു സ്വാധീനം അതിനകത്തില്ല. 100% ദൈവമാണ് ആ കാര്യം ചെയ്തത്. ഹവ്വായെ ദൈവം ആദമിന് വേണ്ടി ഒരുക്കുമ്പോൾ അത് ആദാം ഗാഢനിദ്രയിലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇനി വിവാഹം കഴിക്കാനുള്ളവരുണ്ട്, വിവാഹം കഴിച്ചവരിനകത്തിരിപ്പുണ്ട്. ഇടയ്ക്ക് ഞാൻ പറയട്ടെ, സ്വർഗത്തിലെ ദൈവം തമ്പുരാന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണ് കുടുംബജീവിതം എന്നുള്ളത്. അതുകൊണ്ട് ദൈവം തരുന്ന എല്ലാ സന്ദർഭങ്ങളിലും ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നാം തയ്യാറാകണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് ഒരുവനേക്കാൾ ഇരുവരും നല്ലത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പാർട്ട്ണർഷിപ്പാണ്, ഒരു ഉത്തരവാദിത്വം. ഒരു ടീം വർക്കാണ്. ഒരു കുടുംബം നിലനിൽക്കണമെങ്കിൽ അതിന് രണ്ടു പേർക്കും അതിന്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഭർത്താവ് തനിയെ നിലനിന്നാൽ കുടുംബം ശരിയാകില്ല. ഭർത്താവ് തനിയെ നിന്നാലോ ഭാര്യ തനിയെ നിന്നാലോ കുടുംബം ശരിയാകുകയില്ല. രണ്ടുപേർക്കും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ആണുള്ളത്. ചില സന്ദർഭങ്ങളിലൊക്കെ ചിലരൊക്കെ എൻ്റെ വീട്ടിൽ താമസിക്കാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ ചില അതിഥികളൊക്കെ വരാറുണ്ട്. സ്തോത്രം. നമുക്കറിയാം, ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ പിന്നെ ആ ഗ്ലാസ് ഇങ്ങോട്ട് എടുത്തോണ്ട് വാ എന്ന് പറയാൻ ആരുമില്ല. അതുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന പ്രത്യേക സന്ദർഭങ്ങളിൽ നീ അത് അങ്ങനെ ചെയ്തില്ലല്ലോ, അത് ശരിയായില്ല, അച്ഛാ അത് അങ്ങനെ കാണിച്ചില്ലല്ലോ, അത് ശരിയായില്ല എന്നൊക്കെ ചിലപ്പോൾ പറയും. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധമായ വൈരാഗ്യവും വിരോധവും എനിക്കുണ്ടെന്നല്ല. അത് ഞാൻ പറഞ്ഞെങ്കിൽ ഭർത്താവല്ല, സെല്ലിന് അത് പറഞ്ഞെങ്കിൽ ഭാര്യയുമല്ല. ഒരു തേർഡ് പാർട്ടി ഇത് കണ്ടു കഴിഞ്ഞാൽ അവർ വിചാരിക്കും, ഓ ഭയങ്കര പ്രസംഗമൊക്കെ പ്രസംഗിച്ചിട്ട് അങ്ങനെ പറയുന്നത് കേട്ടോ, ഇങ്ങനെ പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. അത് ശരിക്കും അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാഞ്ഞിട്ടാ. നമ്മുടെ ഒന്നും കുടുംബ ജീവിതത്തിൽ, നമ്മുടെ പ്രൈവറ്റ് സർക്കിളിൽ ഒരു തേർഡ് പാർട്ടിയെ ഒരിക്കലും നമ്മൾ കൊണ്ടുവരുന്നത്. അവർക്കറിയില്ല നമ്മൾ എന്നാ പറയുന്നത്. ഷിജി ബ്രദറും അനുദർശനും സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാകത്തില്ല എന്നാണ്. അത് അവർക്ക് അതിന്റെ കോഡ് അറിയത്തുള്ളൂ എന്നാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നതിന് സാരം, വേറൊരാൾ നോക്കുമ്പോൾ അത് വഴക്കായിട്ട് തോന്നും, വേറൊരാൾ തോന്നുമ്പോൾ വേറെ പ്രശ്നമായിട്ട് തോന്നും. പക്ഷെ ഒരു പ്രശ്നവുമില്ല, അത് കറക്റ്റ് കാര്യമാണ്. സ്തോത്രം. അത് പറഞ്ഞാൽ നല്ല സൂപ്പർ ചായ എന്ന് കിട്ടും. ആമേൻ. നല്ല ഫുഡ് എന്ന് കിട്ടും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇത് പറയാതിരുന്നാലോ? ആമേൻ. സ്തോത്രം. ഞാൻ പറഞ്ഞ ഒരാൾ തന്നെ നോക്കിയാൽ കുടുംബം പണിയാൻ പറ്റിയല്ല. ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത്. മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ലെന്ന് ദൈവമാണ് കണ്ടുപിടിച്ച് പറഞ്ഞത്. സ്തോത്രം. അതുകൊണ്ട് അവരവരുടെ കുടുംബത്തിൽ മറ്റാരും തലയിടാതെ സന്തോഷമായിട്ട് അവര് ഓരോരുത്തർ ജീവിക്കാൻ അനുവദിക്കുക. ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. താങ്ക് യു ലോർഡ്. വിഷയമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല കേട്ടോ. ഞാനൊന്ന് പറഞ്ഞു വന്നപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഈ വാദമൊക്കെ പറയുന്നതാണ്. അത് എവിടെയെങ്കിലും ആർക്കെങ്കിലും പ്രയോജനം വരുമെന്ന് എനിക്കറിയാം. ദൈവത്തിന് സ്തോത്രം. താങ്ക് യു ലോർഡ്. കൂട്ടുത്തരവാദിത്വമാണ് കുടുംബത്തിൽ നമ്മൾ കാണേണ്ടത്. ആമോസിന്റെ പ്രവചനം 3-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പ്രവാചകനായ ആമോസ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താണെന്ന് അറിയാമോ? രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ
ഒരുമിച്ച് നടക്കുമോ? ഒരുമിച്ച് നടക്കുമോ? പറ്റിയല്ല. We must have an agreement to walk together. ദൈവവും നാമും ഒരുമിച്ച് നടക്കണമെങ്കിൽ ദൈവമായിട്ട് വേണം, ഒരു എഗ്രിമെന്റ് വേണം. ഈ രക്ഷിക്കപ്പെടാത്തവൻ എങ്ങനെയാ ദൈവത്തോടുകൂടെ നടക്കുന്നത്? കള്ളുകൂടിയൻ എങ്ങനെയാ ദൈവത്തോടുകൂടെ നടക്കുന്നത്? കള്ളം പറയുന്നവൻ എങ്ങനെയാ ദൈവത്തോട് നടക്കുന്നത്? ചതി കാണിക്കുന്നവനാ ദൈവത്തോട് നടക്കുന്നത്? പറ്റുമോ? എന്ന് പറയുന്നത് എന്താ പേടിക്കുന്നത്? സ്തോത്രം. രണ്ടുപേരൊക്കണം. ഹല്ലേലൂയ. എന്നിട്ടാണ് ഒരുമിച്ച് നടക്കാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും സ്തോത്രം ഒത്തെങ്കിൽ മാത്രമേ ഒരു സക്സസ്ഫുൾ ഫാമിലി ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പാസ്റ്ററും ദൈവസഭയും ഒത്തെങ്കിൽ മാത്രമേ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യാൻ പറ്റുള്ളൂ. മാതാപിതാക്കളും മക്കളും ഒത്തെങ്കിൽ മാത്രമേ അവരുടേതായിരിക്കുന്ന ഭാവി സുരക്ഷിതമാകുകയുള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ഒരു ടീം വർക്ക് ദൈവമക്കൾക്ക് പരസ്പരം ഉണ്ടായിരിക്കണം. താങ്ക് യു ജീസസ്. അതുകൊണ്ട് തന്നെയല്ലേ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരു കാര്യം പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യമുണ്ട്. ഹല്ലേലൂയ. വേഗത്തിൽ വായിക്കണേ. ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എന്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. സ്തോത്രം. ഒരാൾ തന്നെയാണെങ്കിൽ ഒരിക്കലും ഐക്യമത്യം എന്താണെന്ന് അറിയത്തില്ല. തന്നെ ഒരാൾ ജീവിതം മുഴുവൻ ആരുമായി ബന്ധമില്ല ജീവിച്ചാൽ ഐക്യത വാക്യ പ്രസക്തിയില്ല. കർത്താവ് പറയുകയാണ്, രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ. പ്രാർത്ഥനയുടെ കാര്യം പറയുമ്പോൾ തന്നെ അവിടെ എന്താ വേണ്ടുന്നത്? ആമേൻ. ഐക്യതയുള്ള മുഖം കാണുമ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ എല്ലാവരും ഒന്ന് റീഡ് ചെയ്യും. സ്തോത്രം. ആർക്കെങ്കിലും എന്നോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഈ റീഡ് ചെയ്യുമ്പോൾ എനിക്കറിയാം ആരിലൊക്കെ ഐക്യതയുണ്ട്. സ്തോത്രം. വ്യക്തമായിട്ട് അറിയാൻ പറ്റും. നിങ്ങളൊരു പാസ്റ്ററായി ദൈവവിളി ഉണ്ടായിട്ട് ഒരു പാസ്റ്ററായിട്ട് ഒരു ദൈവസഭയെ നയിക്കുന്ന ഒരാളായി ഫ്രണ്ടിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ പറയുന്നതിന്റെ വില എന്താണെന്ന് എനിക്കറിയുന്നത്. സ്തോത്രം. ഡിസ്യൂണിറ്റി ഉണ്ടാക്കാൻ വളരെ എളുപ്പം, ഒരൊറ്റ വാക്ക് മതി. സ്തോത്രം. എന്നാൽ ഐക്യത ഉണ്ടാക്കണമെങ്കിൽ അതിന് സമയം ചെലവഴിക്കണം, അതിന് ആരോഗ്യം വേണം, അതിന് ദൈവകൃപ വേണം, അതിന് അണ്ടർസ്റ്റാൻഡിങ് പവർ വേണം. ചുമ്മാ ഐക്യത വരികയല്ല. ദൈവത്തിന് സ്തോത്രം. താങ്ക് യു ലോർഡ്. ഈ വായിച്ച വേദഭാഗത്ത് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സ്തോത്രം. ഐക്യതയോടുകൂടിയ പ്രാർത്ഥന. ഈ മിനിസ്ട്രിയുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദേവദാസന്മാരെ അടുക്ക വിളിച്ചിട്ട്, നിങ്ങൾ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 7-ാമത്തെ വാക്യം കൂടി ഒന്ന് വായിച്ചു. ആമേൻ. അനന്തരം അവൻ 12 പേരെ അടുക്കി വിളിച്ചു. അവരെ ഈരണ്ടീരണ്ടായി അയച്ചു തുടങ്ങി. അവരെ ഈരണ്ടീരണ്ടായിട്ട് അയച്ചു തുടങ്ങി. ശുശ്രൂഷയുള്ള ബന്ധത്തിൽ യേശു ചെയ്തെന്താ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒറ്റയ്ക്ക് ചെയ്തോ, പ്രവർത്തിച്ചോ, എങ്ങനെയോ ആത്മാക്കൾ ഒടിയിച്ചാൽ അങ്ങനെയാണ് പറഞ്ഞത്. ഈരണ്ടീരണ്ടായിട്ട് എന്ന് പറഞ്ഞാൽ ഐക്യമത്യപ്പെട്ടുള്ള ശുശ്രൂഷ. സ്തോത്രം. നമ്മുടെ സ്റ്റേജിൽ ഇരിക്കുന്ന ദൈവമക്കൾ പരസ്പരം ഐക്യമത്യപ്പെട്ട് സ്തോത്രം ഈ രാജ്യത്ത് നിൽക്കുന്നുണ്ട്. ഇത്രത്തോളം ദൈവം നമ്മെ ഇവിടെ നിർത്തിയത്. ദൈവമക്കൾ സ്നേഹത്തോടും ദൈവകൃപയോടും സാക്ഷരതയോടും പരസ്പരം ആ ധാരണയോടുകൂടെ മുന്നോട്ട് പോയതുകൊണ്ട് സ്വർഗത്തിലെ അപ്പച്ചൻ നമ്മൾ ഇത്രത്തോളം കാത്തു പരിപാലിച്ചത്. ഇതിനകത്ത് ഒരു വിടവുണ്ടാക്കുവാൻ ഒരു ശക്തിയെയും ദൈവമക്കൾ അനുവദിക്കരുത്. ദൈവസഭയ്ക്കകത്ത് ഒരു വിള്ളൽ ഉണ്ടാക്കുവാൻ, സ്തോത്രം, ഒരു ചോർച്ച ഉണ്ടാക്കുവാൻ, ഒരു സംശയം ഉണ്ടാക്കുവാൻ ഒരു ശക്തിയെയും ആരും അനുവദിക്കരുത്. ഇത് ദൈവത്തിന്റെ സഭയാണ്. സ്തോത്രം. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. ഓരോ പ്രാവശ്യം ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളെ ഓർത്ത് കർത്താവ് സ്തോത്രം പറയുന്ന മനുഷ്യനെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലർക്ക് നോക്കുമ്പോൾ ബാഹ്യമായിട്ടുള്ള പലത് കാണുകയും കമന്റ്സ് പറയുകയൊക്കെ ചെയ്യും. എനിക്കതൊന്നും വിഷയമല്ല. പക്ഷെ ഞാൻ ആരാണെന്ന് ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ആമേൻ.
ദൈവമക്കൾ ആരാണെന്ന് ഉത്തമ ബോധ്യം എനിക്കുണ്ട്. സ്തോത്രം. നമ്മുടെ സ്നേഹത്തെ തകർത്ത് കളയുവാൻ ഒരു ശക്തിക്കും ഈ പ്രപഞ്ചത്തിന് അധികാരമില്ല. ദൈവമാണ് സഭയെ സ്ഥാപിച്ചത്. ദൈവത്തിന് നമ്മുടെ സഭയ്ക്കായി സ്തോത്രം ചെയ്താണ്. സ്തോത്രം ചെയ്താണ്. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോട് നിന്നില്ലെങ്കിൽ ആ സ്ഥാനത്ത് വേറൊരാൾ വരും. ദൈവത്തിന്റെ സഭയെ പൂരിപ്പിക്കുവാൻ ദൈവത്തിന്റെ മക്കൾ ധാരാളം ആളുകളുണ്ട്. നമ്മുടെ കിരീടം നഷ്ടപ്പെടല്ലേ, നമ്മുടെ പൊസിഷൻ പോകല്ലേ, നമ്മുടെ ചാൻസ് പോകരുത്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കർത്താവിനെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തലനായ പത്രോസ് പെന്തക്കോസ്തിനത്തിൽ ആത്മനിറവിൽ പ്രസംഗിക്കാൻ ആരംഭിച്ചപ്പോൾ നിങ്ങൾ 2-14 വാക്യം വായിച്ചു. 2:14 പ്രവൃത്തി. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, നോക്കണേ, നിങ്ങളെ ആരെ വേണ്ട, എനിക്കാണ് നിങ്ങളെക്കാൾ വലിയ വെളിപ്പാട്. യേശു ക്രിസ്തു ആരാണെന്ന് ചോദിച്ചപ്പോൾ ഒറ്റച്ചാട്ടത്തിൽ ഞാൻ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അതുകൊണ്ട് നിങ്ങളെ ആരും വേണ്ട, ഞാൻ തന്നെ നിരൂപിച്ചോളാം. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പെന്തക്കോസ്ത് സഭകൾ നാട്ടിലുണ്ട്. ഒറ്റ മനുഷ്യനെ അടിപ്പിക്കുകയില്ല. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ 11 പേരോട് കൂടെ നിന്ന് അവരുടെ സമ്മതത്തോടുകൂടെ ദൈവദാസൻ ശുശ്രൂഷിച്ചു. സ്തോത്രം. 3000 പേർ അവിടെ രക്ഷിക്കപ്പെട്ടു. 3000 ഞാനിത് പകർക്കാൻ ഞാൻ പറയട്ടെ, 120 പേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ 3000 പേരെ കിട്ടിയെങ്കിൽ സ്തോത്രം. ഏതാണ്ട് അതിൽ പകുതിയിൽ അധികം ദൈവമക്കൾ നമുക്കുണ്ടല്ലോ. നമ്മൾ ഐക്യമത്യപ്പെട്ടാൽ 100 കണക്കിന് ആത്മാക്കൾ നമുക്ക് കിട്ടത്തില്ല. കിട്ടും ദൈവമക്കളെ. Praise the Lord. ദൈവവചനത്തെ കുറിച്ച് പറയുവാൻ കൂടുതൽ സമയം കണ്ടെത്തണം. വചനത്തെ കുറിച്ച് പഠിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തണം. പ്രാർത്ഥിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തണം. നമുക്ക് വേറെ ഒന്നിനും സമയമില്ല. സ്തോത്രം. നമ്മളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് തന്നെ ആയിരിക്കണം. ജീസസ് പാർട്ണർഷിപ്പ്. ഹല്ലേലൂയ. സ്തോത്രം. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. രണ്ടാമത്തെ 10 വാക്യം ഒന്ന് വായിച്ച്. സഭാപ്രസംഗം 4:10. വീണാൽ ഒരുവൻ മറ്റവനെ എഴുന്നേൽപ്പിക്കും, ഏകാകി വീണാലോ അവനെ എഴുന്നേൽപ്പിപ്പാൻ ആരുമില്ലായികൊണ്ട് അവൻ അയ്യോ കഷ്ടം. അതായത് ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് കുടുംബമായാലും സഭയായാലും ഒരു പാർട്ട്ണർഷിപ്പ്, ഒരു പങ്കാളിത്തം ഉണ്ടായിരിക്കണം. രണ്ടാമത് ഈ 10ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണാൻ കഴിയുന്നത്, ഒരുവൻ വീണാൽ അടുത്തയാൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തെ കല്ലും തടിയിലിട്ട് കുഴിച്ചു മൂടണം. അങ്ങനല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ഒരു വീണാൽ അവരെന്ത് ചെയ്യണം? എഴുന്നേൽപ്പിക്കണം. ഏകാകി വീണാൽ അവരെ എഴുന്നേൽപ്പിക്കാൻ ആരുമില്ലായിക്കൊണ്ട് അവൻ അയ്യോ കഷ്ടം. സ്തോത്രം. ചിലർ ഒരു സഭയിലെ മെമ്പർ അല്ല, ചോദിക്കും പറയും ഞാൻ യൂണിവേഴ്സിറ്റിയിലെ മെമ്പറാണ്. അവന് അങ്ങനെയുള്ള വ്യക്തിക്ക് ഒരു പാസ്റ്ററും കാണത്തില്ല, ഒരു കൂട്ടുവിശ്വാസിയും കാണത്തില്ല, ഒരു ഫെലോഷിപ്പും കാണത്തില്ല, ഒന്നും കാണത്തില്ല. ആഴ്ചക്കാലം മുഴുവൻ ഇങ്ങനെ ഒറ്റ വിഷനായിട്ട് നടക്കും. സ്തോത്രം. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഈ 10ാമത്തെ വാക്യത്തിൽ മനസ്സിലാക്കേണ്ടത് സ്തോത്രം, ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി അല്ലെങ്കിൽ സ്ട്രെങ്തനിങ്. ഒരാളുടെ പ്രയാസഘട്ടങ്ങളിൽ ആ വ്യക്തിയെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ഉള്ള മനസ്സ് നമുക്ക് വേണം. ഞാനത് 1-2 വാക്യം വിശദീകരിക്കാം. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ആത്മീയത്തിൽ വീഴ്ചകൾ ഉണ്ടാകാം, ശാരീരിക വീഴ്ചകൾ ഉണ്ടാകാം, വീഴ്ചകൾ പല നിലകളുണ്ടാകാം. പക്ഷേ വീഴ്ചയുടെ സന്ദർഭങ്ങളിൽ ഐക്യത വെളിപ്പെട്ടിരിക്കണം. ഞാനും സെല്ലിനും ഇങ്ങനെ നടന്നു പോവാം, കാല് തട്ടി വീണു. എങ്കിലും അങ്ങനെ തന്നെ വരണം. എന്നോട് ഇന്ന് കുറച്ചു മുമ്പ് ദേഷ്യപ്പെട്ടത് അങ്ങനെ തന്നെ വരണം എന്ന് പറഞ്ഞാൽ അവിടെ സ്ട്രെങ്തനിങ് ഇല്ല. ഉണ്ടോ? അവിടെ ഹെൽപ്പിംഗ് ഇല്ല. ജീവിതത്തിന്റെ വൈഷമ്യ ഘട്ടങ്ങളിൽ ഭാര്യ ഭർത്താവ് ഒരുമിച്ച് നിൽക്കണം. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീടിനടുത്തൊരു അച്ചായൻ
ഭയങ്കര ബഹളം ഉണ്ടാക്കിക്കൊണ്ട് അടുത്ത വീട്ടിലോട്ട് കയറി വന്നു. കൊച്ചമ്മയുടെ ഭർത്താവ് ഇന്നിന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, ഞങ്ങളുടെ പുരടത്തിൽ പശുവിനെ കൊണ്ട് കിട്ടി, അങ്ങനെ ചെയ്തു, ഞാനൊക്കെ പറഞ്ഞു. ഉടനെ കൊച്ചമ്മയോട് ഞാൻ പണ്ടേ അച്ചാനോട് പറഞ്ഞു, അച്ചാൻ കേൾക്കിയതെന്ന്. അയൽവക്കത്തെ അച്ചാൻ ഈ കൊച്ചമ്മയുടെ അമ്മ അച്ചാൻ നമ്മൾ വളരെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, പുറത്തുനിന്ന് ഒരു പ്രതിസന്ധി വരുമ്പോൾ വീട്ടിനകത്തുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർ ഒന്നിച്ചു നിൽക്കണം. അയൽവക്കത്തുകാരന്റെ വാക്ക് കേട്ട് നിനക്കൊന്നും സാധിക്കാനില്ല. നിന്റെ കുടുംബത്തിന് എന്റെ അച്ഛൻ അങ്ങനെ ചെയ്ത്, ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും അതിൽ ഉണ്ടാകാതെ ഞങ്ങൾ പറഞ്ഞ് ക്രമീകരിച്ചോളാം എന്ന് പറഞ്ഞ് ആചാനെ നേരിടും. നല്ല പറഞ്ഞു. ഒരുവൻ വീണാൽ എഴുന്നേൽപ്പിക്കണം. ഭർത്താവ് വീഴ്ച സംഭവിച്ചാൽ ഭാര്യ എഴുന്നേൽപ്പിക്കണം. ഭാര്യയ്ക്ക് വീഴ്ച സംഭവിച്ചാൽ ഭർത്താവ് എഴുന്നേൽപ്പിക്കണം. സ്തോത്രം. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതം കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ പരസ്പരം ഡീഗ്രേഡ് ചെയ്യരുത്, തരം താഴ്ത്തി സംസാരിക്കരുത്. ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ, നഷ്ടങ്ങൾ വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ, ആത്മീയ വീഴ്ചകളോ ഭൗതിക വീഴ്ചകളോ ഒക്കെ വരാം. ആ സമയത്ത് നിങ്ങൾക്കത് വരണമായിരുന്നു, നിനക്കത് വരണമായിരുന്നു എന്ന് പറഞ്ഞ് ഡീഗ്രേഡ് ചെയ്യല്ലേ. പിശാചിന് ഇടം കൊടുക്കരുത്, സാത്താൻ ഇടം കൊടുക്കരുത്. സാത്താൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന സമയം എപ്പോഴാണെന്നറിയാമോ? ഒരാളുടെ വീഴ്ചയുടെ സമയത്താണ്. സഹായം വേണ്ടുന്ന സ്ഥാനത്ത്, മാനസിക ധൈര്യം വേണ്ടുന്ന സ്ഥാനത്ത്, സ്തോത്രം, അത് വെളിപ്പെടാതിരിക്കുമ്പോൾ പിശാച് ഏറ്റവും അതിയോട് നൃത്തം ചെയ്യുവാൻ തക്കവണ്ണമിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രയാസ ഘട്ടങ്ങളിൽ ദൈവമക്കൾ ഒരുമിച്ച് നിൽക്കണം. ആമേൻ. ഈ 4 വാക്യങ്ങൾ കുടുംബജീവിതത്തെ കുറിച്ച് മാത്രമല്ല, ഞാൻ മുമ്പ് പറഞ്ഞ ദൈവസഭയുടെ വിഷയങ്ങൾ എടുത്ത് നമുക്ക് കൈകാര്യം ചെയ്യുവാൻ തക്കവണ്ണമിടയായി തീരും. ഗലാത്യർ 6-ാം അധ്യായം എടുക്കാം. അതിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ വായിച്ച്. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിനാൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. മനുഷ്യനായിട്ട് ഇവിടെ വന്നിട്ടുള്ളവരെല്ലാം ദൂതന്മാരും കൈപോക്കല്ല, സ്തോത്രം. അന്യഗ്രഹത്തിൽ ജീവിക്കുന്നവർ കൈപോക്കല്ല, മനുഷ്യനായിട്ട് വന്നിട്ടുള്ളവർ. സ്തോത്രം. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ, മനുഷ്യൻ എന്നുണ്ടാകാം ഏത് വല്ല തെറ്റ്. എക്സിന്റെ തെറ്റല്ല വൈ ചെയ്യുന്നത്, വൈയുടെ തെറ്റല്ല ഇസഡ് ചെയ്യുന്നത്. എല്ലാവർക്കും എന്തോ ഉണ്ട്, പറഞ്ഞാട്ടെ. വല്ല തെറ്റിൽ അകപ്പെടാൻ പാടില്ല. പ്രത്യേകിച്ച് സ്നാനപ്പെട്ട ദൈവമക്കൾ തെറ്റിൽ അകപ്പെടാൻ പാടില്ല. ഇനി അങ്ങനെ അകപ്പെട്ടു പോയാൽ, സ്തോത്രം, അവിടെ നമുക്ക് ആവശ്യം ജഡികന്മാരെയല്ല, അവിടെ നമുക്ക് ആവശ്യം ആത്മീയരെ. സ്തോത്രം, സ്തോത്രം. ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യണം? സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഈ തെറ്റ് ആവർത്തിക്കാൻ തക്കവണ്ണം ഒരു ലൈസൻസ് ആത്മീയർ കൊടുത്തു. അങ്ങനല്ലേ കേട്ടോ? ഒരു ചാൻസ് കൊടുക്കുക, രക്ഷപ്പെട്ടു, വീട് പോയി, അല്ലെങ്കിൽ തെറ്റ് സംഭവിച്ചു പോയി, ആത്മീയർ കൂടി പറയാണ്, ബ്രദറെ സ്തോത്രം, പോട്ടെ, ഇനി ഇത് മേലാൽ ആവർത്തിക്കരുത്, ഞങ്ങൾ പ്രാർത്ഥിക്കാം, ബ്രദറിന് വേണ്ടി ഞങ്ങൾ ഉപവസിക്കാം, അല്ലെങ്കിൽ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ ഉപവസിക്കാം, പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ആ വീഴ്ചയിൽ നിന്ന് കരം ഉയർത്തിക്കൊണ്ടുവരിക. ദൈവത്തിന് സ്തോത്രം. ദൈവങ്ങൾക്ക് അറിയാമോ, നിങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ചാൽ നിങ്ങൾ കിട്ടും. പാസ്റ്റർ വി ശ്യാംകുമാർ എന്ന് പറഞ്ഞൊരു ദേവദാസൻ. ശ്യാംകുമാർ, അദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ്, തിരുവട്ടാറാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. ഞാൻ പഠിച്ച സെമിനാരിയിൽ അദ്ദേഹം എൻ്റെ ജൂനിയറായിട്ട് പഠിക്കാൻ വന്ന സമയത്ത് അദ്ദേഹം തമിഴ്നാട് സ്വദേശി ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ ഇങ്ങനെ അണ്ണാച്ചി വിളിക്കാൻ, ഒരുപാട് അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്യാനൊക്കെ. ഈ ബൈബിൾ കോളേജിലും റാഗിംഗ് ഒക്കെ ആത്മീയരല്ല അത് ചെയ്യുന്നത്, അനാത്മീയരാണ്.
പൊളിറ്റിക്സ് കളിക്കാൻ വേണ്ടിയും സഭയ്ക്കകത്ത് വഴക്കുണ്ടാക്കാനും പാർശ്വത്തല്ലാൻ കസാര എടുക്കാനും വേണ്ടി ട്രെയിനിങ്ങിന് വേണ്ടി വരുന്ന ഒത്തിരി പേരുണ്ട് പലപ്പോഴും. ഈ സഹോദരൻ കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഒരു റബ്ബർ തോട്ടത്തിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് വിഷമിച്ചിരിക്കുന്ന കണ്ടു. ഞാൻ അദ്ദേഹത്തിന് അടുത്തിരുന്നു. ഞാൻ ചോദിച്ചു, സാംകുമാർ എന്ത് പറ്റിയിരുന്നു? എന്നിട്ട് ഇദ്ദേഹം എന്നോട് പറഞ്ഞു, സൈമൺ, ദൈവം ഉണ്ടെന്ന് തോന്നുന്നില്ല. അദ്ദേഹം പറഞ്ഞത്, ദൈവം ഇല്ല. ശരിയാ ബ്രദർ, എനിക്കും അങ്ങനെ ഒരു തോന്നലുണ്ട് എന്ന് മറുപടി കൊടുത്തെങ്കിൽ അദ്ദേഹം ഒരു നിരീശ്വരവാദിയായി പോയവരാണ്. ഉടനെ അദ്ദേഹത്തിന്റെ ആ വാദഗതി അന്നേരം ഞാൻ കണ്ണിച്ചു. ദൈവം ഇല്ലെന്ന് തോന്നൽ കൊണ്ടുവന്നത് പിശാചുള്ളത് കൊണ്ടാണ്. പിശാചുണ്ടെങ്കിൽ ദൈവമുണ്ട്, ദൈവം ഉണ്ടെങ്കിൽ പിശാചുണ്ട്. ഇങ്ങനെ നെഗറ്റീവ് തോട്ട് സാത്താൻ കൊണ്ടുവന്നതാണ് ദൈവത്തിൽ നിന്നെ അകറ്റിക്കളയാൻ വേണ്ടി. അതുകൊണ്ട് ഒരു മണിക്കൂറോളം ഇത് സംസാരിപ്പാൻ ദൈവത്തിന്റെ അവസരം നൽകി അദ്ദേഹത്തെ മടക്കി കൊണ്ടുവന്നു. എനിക്ക് അഭിമാനമുണ്ട്. അദ്ദേഹം ലോകം അറിയപ്പെടുന്ന സ്തോത്രം വലിയ ദൈവദാസനാണ്. സ്തോത്രം. അദ്ദേഹത്തിന്റെ സഭയിലായിരിക്കണം വിശ്വാസികൾ. അദ്ദേഹം ഭയങ്കര ചാർട്ടിട്ട് പഠിപ്പിക്കുന്ന ആളാണ്. സ്തോത്രം. ഏതാണ്ട് വളരെ 40 അടി നീളമുള്ള ചാർട്ടൊക്കെ പുള്ളിയുടെയിലുണ്ട് എല്ലാ വിഷയങ്ങളെ കുറിച്ച്. അന്ന് ഞാൻ അദ്ദേഹത്തിന് ഒരു ഹെൽപ്പ് കൊടുത്തില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഇന്നും ആത്മാവിൽ കാണുകയാണ്. എനിക്ക് നന്നായിട്ട് അറിയാം. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത് സാരം എവിടെ ഒരു ബലഹീനത ആരിന് സംഭവിക്കുന്നുവോ സ്തോത്രം, അവിടെ ഒന്നിന്റെ കൂടെ തള്ളെന്ന് പറഞ്ഞ് ആ വ്യക്തി ഇല്ലായ്മ ചെയ്യുകയല്ല, പിന്നെയോ സ്തോത്രം നമുക്ക് കൈ പിടിച്ചുയർത്താൻ പറ്റുന്ന വ്യക്തികളാണെങ്കിൽ എല്ലാവരും നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല. സ്തോത്രം. ആമേൻ. നല്ലതിനോട് ഒരു ചൊല്ലല്ലാത്ത എന്താ സ്തോത്രം. അത്രയൊക്കെ മതി. അല്ലെങ്കിൽ ചിലതാണെങ്കിൽ ഒരിക്കൽ എത്ര തല്ലി ഉണ്ടാകുന്ന നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ആത്മീയരായ നമ്മൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? സൗമ്യതയുടെ ആത്മാവിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് ഒരാത്മാവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഒരാൾ നരകത്തിൽ പോകാതെ ഇരിക്കുക എന്നുള്ളത്. ആമേൻ. സ്തോത്രം. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഈ അടുത്ത 11ാമത്തെ വാക്യം വായിച്ചേ. രണ്ടുപേർ ഒന്നിച്ചു കിടന്നാൽ അവർക്ക് കുളിർ മാറും, ഒരുത്തൻ തന്നെയായാലോ എങ്ങനെ കുളിർ മാറും? സ്തോത്രം. ഒന്ന്, പാർട്ട്ണർഷിപ്പ്, പങ്കാളിത്തം ദൈവമൊക്കെ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ ഹെൽപ്പിംഗ് ഓർ സ്ട്രെങ്തിങ് മെന്റാലിറ്റി ഉണ്ടായിരിക്കണം. മൂന്നാമത് ഇവിടെ നമ്മൾ വായിക്കുന്നത് രണ്ടുപേര് ഒരുമിച്ച് കിടന്നാൽ കുളിർ മാറും. ഒരു ബയോളജിക്കൽ ഒബ്ലിഗേഷൻസിനെ കുറിച്ചൊന്നുമല്ല ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. പക്ഷെ ഇവിടെ ഒരു ദൈവപൈതൃക ജീവിതത്തിൽ എന്നും സുഖകാലമാണെന്ന് ആരും ചിന്തിക്കും. നമുക്ക് തണുപ്പിന്റെ അനുഭവങ്ങൾ ഉണ്ടാവും, ഇരുട്ടിന്റെ അനുഭവം ഉണ്ടാവും, താഴ്ചയുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. എന്നും നമുക്ക് സുഖകരമായ ജീവിതമാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ കയ്യിൽ കെട്ടുകണക്കിന് നോട്ടുണ്ടെങ്കിലും പ്രയോജനരഹിതമായി പോകുന്ന കാലഘട്ടങ്ങളുണ്ട്. മനസ്സിലായോ? സ്തോത്ര. ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ചിലരെ തള്ളുമ്പോൾ കോടികൾ അവിടെ ഇങ്ങനെ വെറുതെ ഇരുന്ന് ചിരിക്കത്തേ ഉള്ളൂ. പക്ഷെ ദൈവം വിചാരിച്ചെങ്കിലും വിടുതൽ കിട്ടുന്നു. സ്തോത്രം. നമ്മൾ വായിക്കുമ്പോൾ ആർക്കെങ്കിലും തണുപ്പിൻ്റെതായ അനുഭവങ്ങൾ വന്നാൽ ആ സമയത്ത് ഒന്നിച്ചു നിന്ന് ആ തണുപ്പ് മാറ്റുവാൻ സ്തോത്രം ദൈവമക്കൾ തയ്യാറാകണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് സ്തോത്രം ചെയ്താണ് ദൈവത്തിന്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ എന്നും ഊഷ്മളമായ അനുഭവമാണെന്ന് പ്രിയ സൗരന്മാരെ നിങ്ങൾ ചിന്തിക്കരുത്. രോഗങ്ങൾ ഉണ്ടാകാം, കടഭാരങ്ങൾ ഉണ്ടാകാം, ഞെരുക്കങ്ങൾ ഉണ്ടാകാം, വേദനകൾ ഉണ്ടാകാം, താങ്ങുവാൻ കഴിയാത്ത മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാകാം, വളരെ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരുവാൻ തക്കവണ്ണമായി തീരും. ആ സന്ദർഭങ്ങളിൽ പരസ്പരം പഴിചാരാതെ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റുവാൻ കർത്താവേ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കണമേ എന്ന് നിങ്ങൾ കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ അറിയാത്തൊരു വഴി നിങ്ങൾക്ക് വേണ്ടി ദൈവത്തെ തുറക്കുവാൻ, നിങ്ങൾ അറിയാത്തൊരു നന്മ ദൈവം നിനക്ക് തരുവാൻ തക്കവണ്ണമായി തീരും. ഹല്ലേലൂയ.
കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഓരോ ദൈവവേദനയും എങ്ങനെ നടത്തണമെന്ന് ദൈവത്തിന് പ്രത്യേക പദ്ധതിയുണ്ട്. നീ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം പ്രവർത്തിപ്പാൻ തക്കവണ്ണമിടയായിത്തീരും. അതുകൊണ്ടാണല്ലോ യോശുവ പറഞ്ഞത്, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. Praise the Lord. എത്ര അനുഗ്രഹിക്കപ്പെട്ട വിഷയങ്ങളാണ്. ഒരു വിശ്വാസി അറിയണം. സ്തോത്രം. ദൈവമക്കൾ ദൈവദാസനെ അറിയണം. നമ്മൾ പലപ്പോഴും ഈ കർത്താവിന്റെ മേശ എടുത്തതിന് ശേഷം ഒടുവിൽ ഒരു വേദഭാവം വായിപ്പിക്കാറുണ്ട്. പക്ഷെ അത് പലപ്പോഴും ഈ തിരക്കിന്റെ ഇടയിൽ നമ്മൾ പ്രത്യാശയുടെ ഗാനമൊക്കെ പാടാനുള്ള നൂറെ നിൽക്കുന്നതുകൊണ്ട് സ്തോത്രം നമ്മൾ പലപ്പോഴും അതിന്റെ അർത്ഥം മനസ്സിലാക്കാറില്ല. ഒന്ന് വായിച്ചപ്പെട്ടത് ഇന്ന് തെറ്റി സമയമുണ്ട്. അങ്ങനെ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 12-13 വാക്യങ്ങൾ. സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് സഹോദരിമാരും ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കോണം. നിങ്ങളുടെ ഇടയിൽ എല്ലാവരും ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ ഒന്നാമത് എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞാട്ടെ. സ്തോത്രം. ദൈവസഭ നടത്തുന്ന ദൈവദാസനെ അല്ലെങ്കിൽ കർത്താവിന്റെ ദാസന്മാരെ ദൈവമക്കൾ അറിയണം. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. കൂട്ടത്തിൽ പാട്ടും വെള്ളത്തിൽ കൂട്ടുമായിട്ട് പോകാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവവേദനയും ഞാൻ മനസ്സിലാക്കുന്നത് പോലെ, നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നത് പോലെ, നിങ്ങൾക്ക് വേണ്ടി ഉപവസിക്കുന്നത് പോലെ, പ്രാർത്ഥിക്കുന്ന പോലെ, വേണ്ടി ആത്മീയ കൈത്താങ്ങൾ തരുന്നത് പോലെ, സ്തോത്രം, നിങ്ങളെ ശുശ്രൂഷിക്കുന്ന ദൈവദാസനായ അടിയങ്ങളെയും ദൈവമക്കൾ അറിയണം. സ്തോത്രം. നാളെ സൈമൺ പാഷ മാറും, വേറെ ചാക്കോ പാഷ ആയിരിക്കും വരുന്നത്. ആ ചാക്കോ പാസ്റ്ററെ നിങ്ങൾ അറിയണം. പിന്നെ ഒരു ബോവസ് പാസ്റ്റർ ആയിരിക്കും വരുന്നത്. ആ പാസ്റ്ററെ അറിയണം. മനസ്സിലാവുന്നു ഞാൻ പറഞ്ഞു. അറിഞ്ഞ അടുത്തത് അവരുടെ വേല നിമിത്തം അവർക്കൊരു വേലയുണ്ട്, ഒരു മിഷനുണ്ട്, ഒരു വർക്കുണ്ട്. കർത്താവിന്റെ ദാസന്മാർക്ക് ഒരു വേലയുണ്ട്. അത് അവരാഗ്രഹിച്ചിട്ട് ചാടി പിടിച്ചതല്ല. സ്തോത്രം. ദൈവം മറ്റുള്ള വഴികൾ അടച്ചിട്ട് ദൈവം അവരെ ഈ മിഷനിലേക്ക് വിളിച്ച് ആക്കിയതാണ്. അവരുടെ വേല നിമിത്തം എന്ത് ചെയ്യണം? ഏറ്റവും പദം കണ്ടോ? You have to express your most love towards the gospel workers. Amen. Hallelujah. സുവിശേഷ വേല ചെയ്യുന്ന ദൈവദാസന്മാരെ സ്തോത്രം കറുത്ത മുഖം കാണിക്കാനല്ല ദൈവം നിങ്ങളെ വിളിച്ചത്. ഹൃദയത്തിനകത്തിരിക്കുന്ന എന്തെങ്കിലും വെളിപ്പെടുത്താനല്ല വിളിച്ചത്. അവരുടെ വേല നമുക്ക് ഏറ്റവും സ്നേഹത്തോട് വിചാരിക്കണം. ദൈവത്തിന്റെ ആലോചനയായത് തീർന്നില്ല. നിങ്ങളോട് അപേക്ഷിക്കുന്നു. സ്തോത്രം. ഇന്നൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ദൈവസഭ എന്നൊരു ടീം വർക്കാണ്. ദൈവദാസനിൽ നിന്ന് അകന്ന് നിങ്ങൾക്ക് ഒരു വർക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇന്നിവിടെ വിനോദ് ബ്രദർ പ്രസംഗിച്ചു. എന്റെ പെർമിഷൻ ഇല്ല ചാടി വന്ന് പ്രസംഗിച്ചാണോ? ആണോ? അല്ല. അദ്ദേഹത്തിന് ഇന്ന് പ്രസംഗിക്കാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് ദൈവം എനിക്കൊരു കാഴ്ചപ്പാട് തന്നിട്ട് എത്ര ദിവസം മുമ്പാ പറഞ്ഞേ? അദ്ദേഹം വളരെ ഭംഗിയായി ദൈവകൃപയോടെ ശുശ്രൂഷ ചെയ്തു. വിളിക്കുന്ന ഓരോ ദൈവദാസന്മാർക്കും അതാത് സമയങ്ങളിൽ ഞാൻ ശുശ്രൂഷ ഡിവൈഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞത് അത് ടീം വർക്കാണ്. ഇതിനകത്ത് കോട്ടമുണ്ടാക്കാൻ ആരെ അനുവദിക്കുക. സ്തോത്രം. ഇനി ആരെങ്കിലും അങ്ങനെ എവിടുന്നെങ്കിലും വന്നാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ആ സഹോദരൻ അങ്ങനല്ല, ഞങ്ങളുടെ പാസ്റ്റർ അങ്ങനല്ല പറയാൻ ചങ്കൂറ്റവും നട്ടലും വേണം. ഞാനിവിടെ ചില ദൈവങ്ങളൊക്കെ ചില കാര്യം ആ സഹോദരൻ അങ്ങനെ പറയത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ എന്തോ പറഞ്ഞാലും എന്റെ ഐഡിയ അനുസരിച്ച്, എന്റെ അറിവനുസരിച്ച്
ആ സഹോദരൻ അത് ചെയ്യത്തില്ല, ആ സഹോദരൻ അത് പറയത്തില്ല. അതെനിക്ക് പറയാൻ കാണിച്ചു. ഞാൻ പറയാം, ദൈവസഭയുടെ ഉന്നമനത്തിന് വേണ്ടി കാര്യങ്ങൾ പറയുന്നത്. സ്തോത്രം. നോക്കണമേ, നേരം we have to know the pastors, we have to know their ministry, we have to love them. Hallelujah. മറ്റു വാക്കുകളൊന്നും നമുക്ക് ശ്രദ്ധിക്കാൻ നമുക്ക് സമയമില്ല. ഒടുവിലത്തെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. യൂത്ത് മീറ്റിംഗ് ഉണ്ടല്ലോ, 12-ാം വാക്യം. ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ രണ്ടുപേർക്കും അവനോട് എതിർത്ത് നിൽക്കാം, മുപ്പിരിച്ചരുടെ വേഗത്തിൽ അച്ചുപോകുകയില്ല. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കംഫോർട്ട് അല്ലെങ്കിൽ ആശ്വാസം എന്നുള്ളതാണ്. ഒന്ന് പങ്കാളിത്തം, രണ്ട് ശക്തീകരണം, മൂന്ന് ആശ്വാസം. നാലാമതൊരു വായിച്ച 12-ാമത്തെ വാക്യമാണ് ഇവിടെ വായിക്കുന്നത്. മുപ്പിരിച്ചാരന് വേഗത്തിൽ അറ്റുപോകുകയില്ല. വാസ്തവത്തിൽ 9-ാം വാക്യം തുടങ്ങുന്നത് രണ്ടുപേരെ കുറിച്ച് പറഞ്ഞ, ഒരുവരെക്കാൾ 20 പറഞ്ഞു. ഇതെല്ലാം രണ്ടുപേരെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് ഒടുവിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു മുപ്പിരിച്ചാരനെ കൊണ്ടുവന്നിട്ടു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മൂന്നാമത് ഒരുവന് നാം സ്ഥാനം കൊടുത്തിരിക്കുന്നു. സർവശക്തനായ ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ ദൈവത്തിന് നാം സ്ഥാനം കൊടുത്താൽ, സ്തോത്ര സഭാബന്ധത്തിൽ നാം ദൈവത്തിന് സ്ഥാനം കൊടുത്താൽ, രണ്ട് സഹോദരന്മാർ തമ്മിൽ ബന്ധത്തിൽ ദൈവത്തിന് നാം സ്ഥാനം കൊടുത്താൽ, സ്തോത്രം, മുപ്പിരിച്ചാൽ വേഗത്തിൽ അറ്റുപോകുകയില്ല. രണ്ട് ചരട് തന്നെ കൂട്ടി നെയ്തെടുത്താൽ, പിണഞ്ഞെടുത്താൽ അത് പൊട്ടിക്കാൻ പ്രയാസമാണ്. അങ്ങനെങ്കിൽ ഒരു ചരടൂടൊന്ന് കൂട്ടിയാട്ട് ദൈവം കൂടെ അതിനകത്ത് വന്നാൽ ഒരു പാതാള ശക്തിക്കും നിന്റെ കുടുംബത്തെ തകർക്കാൻ കഴിയുന്നില്ല. വേഗത്തിൽ അറ്റുപോകത്തില്ല. ഇവിടെ നമ്മൾ കാണുന്നത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. നമ്മുടെ സേഫ്റ്റി ഓഫീസറുടെ ഡ്യൂട്ടി വളരെ വലുതാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആത്മീയത അതിനകത്തുണ്ടോന്നാണ്. എന്റെ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലിനകത്ത് ആത്മീയതയുണ്ടോ? രണ്ട് സഹോദരന്മാർ സംസാരിക്കുന്ന വിഷയത്തിൽ ആത്മീയതയുണ്ടോ? ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ആത്മീയതയുണ്ടോ? സഭാബന്ധത്തിൽ ആത്മീയതയുണ്ടോ? മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകുകയില്ല. ഇംഗ്ലീഷിൽ അത് എഴുതിയിരിക്കുന്ന a threefold cord is not quickly broken. നമ്മുടെ ശക്തി കർത്താവായ യേശു ക്രിസ്തു, നമ്മുടെ ബലം കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. വാക്കുകൾ ചുരുക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. എത്ര പേര് ഇന്ന് പകൽക്കാലം ഈ ആരാധന, ഈ സമാപനം എനിക്ക് കർത്താവേ, എനിക്കൊരു പാർട്ണർഷിപ്പ് ആവശ്യമുണ്ട്, എനിക്കൊരു പങ്കാളിത്തം ആവശ്യമുണ്ട്, എനിക്കൊരു ടീം വർക്ക് ആവശ്യമുണ്ട്. എന്റെ കുടുംബത്തിൽ എനിക്കത് വേണം, ദൈവസഭയിൽ എനിക്കത് വേണം, മിനിസ്ട്രിയിൽ അത് വേണം. ഇത് അതിനായി ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഒരു കൂട്ടുത്തരവാദിത്തമാണല്ലോ അങ്ങ് എനിക്ക് നൽകിയത്. ഹല്ലേലൂയ. ഒരു കൂട്ടുത്തരവാദിത്തമാണല്ലോ എനിക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ള ഒരു വലിയ തിരിച്ചറിയൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. സഹായിക്കുവാനും ശക്തീകരിപ്പാനും ബലഹീനരെ താങ്ങുവാനുള്ള മനസ്സ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. നമ്മളെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. നമ്മൾ മറ്റുള്ളവർക്ക് ആശ്വാസമായിരിക്കട്ടെ. ഹല്ലേലൂയ. അനേകരുടെ ഇരുളടഞ്ഞ അനുഭവത്തിൽ, ആപത്ത് ഘട്ടങ്ങളിൽ നമുക്ക് ഒരു ആശ്വാസമായി തീരട്ടെ. സ്തോത്രം. നാം ദൈവസന്നിധിയിൽ നമ്മുടെ സെക്യൂരിറ്റി, നമ്മുടെ സേഫ്റ്റി എല്ലാം കർത്താവാണെന്നുള്ള ഉത്തമ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമുക്ക് രാജാവ് 7 മടങ്ങ് തിരിച്ചുള്ള വധിച്ചപ്പോൾ അതിനകത്ത് വീണ യഹൂദബാലന്മാരുടെ കൂടെ ഒരുവൻ നടക്കുന്നു. സ്തോത്രം. അതാണ് നമ്മുടെ ദൈവം. സിംഹത്തിന്റെ ഗുഹയിൽ ഒരുവൻ ഇറങ്ങി വന്നു. അതാണ് നമ്മുടെ ദൈവം. കാറ്റിനെയും കടലിനെ ശാസിച്ചവൻ, അതാണ് നമ്മുടെ ദൈവം. നമ്മുടെ ബലം ദൈവമാണ്, നമ്മുടെ ആശ്രയം ദൈവമാണ്.
നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, മഹത്വം, മഹത്വം. പ്രാർത്ഥിച്ചാൽ